നല്ലത് ആർട്ടിസ്റ്റുകൾ സജഷൻ തരും, ഇല്ലാത്തവരുണ്ട്, ഒന്നും മിണ്ടാതെ നിൽക്കുന്നവർ. ജയറാം എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഒരു സജഷനും പറയത്തില്ല, ഒരു സജഷനും പുള്ളി ഇങ്ങോട്ട് പറയില്ല. കലാപം അൻസാർ അങ്ങനെ പറഞ്ഞോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. പറഞ്ഞെങ്കിൽ ഞാനത് പറഞ്ഞു കാണിക്കും. അൻസാറെ കഥയിൽ ഇടപെടണ്ട, അഭിനയിച്ചാൽ മതി, നമ്മൾ പറയുന്നത് ചെയ്ത്. ഒരുപക്ഷെ പറഞ്ഞിരിക്കാം, അതെനിക്കറിയില്ല. പക്ഷേ ഒതുക്കി എന്നുള്ള വാക്ക് ഒരിക്കലും അൻസാർ പറയാൻ പാടില്ല. അല്ല, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു തുളസിദാസ് ചിത്രം, ഒരു രാജസേന ചിത്രം, ഒരു സത്യകാന്തികളുടെ ചിത്രം, ഇപ്പൊ ടൊവിനോ ചിത്രം, നടന്മാരിലേക്ക് സിനിമ മാറിയില്ലേ? നടന്മാരിലേക്ക് സിനിമ മാറി. അവിടെയാണ് നമുക്ക് പ്രശ്നം ഉണ്ടാകുന്നത്. അതായത് അവിടെ സംവിധായകനോ നിർമ്മാതാവിനോ അല്ല കൂടുതൽ വില വരുന്നത്, നടന്മാരുടെ പേരിലേക്ക് സിനിമ പോയി. അവിടെ മുതലാണ് സിനിമയുടെ ഒരു ഈ നല്ല സിനിമകളുടെ ഒരു നല്ല മാർക്കറ്റുള്ള കൊമേഴ്ഷ്യൽ സിനിമയുടെ ഒരു മാറ്റം ഉണ്ടായത്. കാരണം അവർ തീരുമാനിക്കുകയാണ് കഥ, അവർ തീരുമാനിക്കുകയാണ്. അതിൻ്റെ കൂടെ ആര് അഭിനയിക്കണമെന്ന് അവർ തീരുമാനിക്കുന്നു, ആര് സംവിധാനം ചെയ്യണമെന്ന് തീരുമാനിക്കുന്നു. അവിടെയാണ് സിനിമ ഇവിടെ ക്വാളിറ്റി നഷ്ടപ്പെട്ടെന്നാണ് നിൽക്കുന്നത്. ടെക്നിക്കൽ പരമായിട്ട് ക്വാളിറ്റി ഉണ്ട് അത്, കാരണം പുതിയ എക്യുപ്മെൻസുകൾ ഒരുപാടുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ അന്ന് മുമ്പൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സിനിമയെക്കാളും എനിക്ക് ഭയങ്കര ഈസിയാണ് ഇപ്പോൾ സിനിമ ചെയ്യാണെന്ന് ഞാൻ വിചാരിക്കുന്ന ആളാണ്. കാരണം ടെക്നിക്കൽ പരമായിട്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട്, നമുക്ക് കുറച്ച് ഒരു കഷ്ടമില്ലാതെ ഇരിക്കാം. പിന്നെ ഡിജിറ്റലിൽ എത്ര ഷോട്ട് വേണമെങ്കിലും നമുക്ക് എടുക്കാം, ഇല്ലേ? എത്ര ഷോട്ട് വേണമെങ്കിലും എടുത്ത് അത് നോക്കി മനസ്സിലാക്കി നമ്മുടെ മോണിറ്റർ കണ്ട ശേഷമാണ് ഇപ്പോൾ സിനിമ എടുക്കുന്നത്. ഞാൻ ഇടയ്ക്ക് അത് വെച്ച് ഞാനും ചെയ്തു. അത് എത്ര ടേക്ക് വേണമെങ്കിലും എടുക്കാം. മറ്റതല്ല, മറ്റേ ഫിലിമാണ്. ഫിലിമിൽ ചെയ്യുമ്പോൾ ഒരു അടിക്ക് 1000, 1500, 2000 അടി രൂപയാണ് പോകുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് നല്ല റിഹേഴ്സൽ കൊടുത്ത് 1 or 2 ടേക്ക് കഴിയുമ്പം നമ്മുടെ നെഞ്ചടിക്കും. പ്രൊഡ്യൂസർ ബാക്കി നിൽക്കുകയാണെങ്കിൽ അറ്റാക്ക് വരും. കാരണം എന്ന് പറഞ്ഞാൽ അത്രയും പൈസ ചിലവായിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും റിപ്പീറ്റ് ടേക്ക് എടുക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ദേഷ്യപ്പെടും, ആർട്ടിസ്റ്റിനോട് ദേഷ്യപ്പെടും. എന്താ നിങ്ങൾ കാണിക്കണമെന്ന് ചോദിക്കും. ഇപ്പോൾ ക്യാമറമാനാണ് തെറ്റിച്ച് ക്യാമറമാനോട് ദേഷ്യപ്പെടും. അല്ല, വേറെ സെറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പയ്യന്മാർ കയറി ക്രോസിൽ നമ്മൾ ഫ്രെയിമിൽ വന്നാൽ അവരോട് ദേഷ്യപ്പെടും. എന്തിനാണ് ദേഷ്യപ്പെടുന്നത്? ആ പ്രോജക്റ്റ് നന്നാവാൻ വേണ്ടി. ഈ ദേഷ്യപ്പെടുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് അന്ന് ഡയറക്ടർക്ക് ഒരു വാക്കുണ്ടായിരുന്നു, ആ ടെൻഷൻ കൊണ്ടായിരിക്കും പലപ്പോഴും പറയുന്നത്. ഈ അൻസാർ കലാഭവൻ്റെ ഒരു സംസാരിപ്പ് ഒരുപാട് വിവാദമായതാണ്. ഇപ്പം ഒരു സെറ്റിൻ്റെ സമയത്ത് കണ്ടു വെച്ച് അദ്ദേഹത്തെ സ്ക്രിപ്റ്റിൽ ഇടപെടാൻ പാടില്ല, ഞാൻ താൻ അഭിനയിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ആ സിനിമയിൽ തന്നെ ഒതുക്കിയെന്നാണ് പറയുന്നത്. ഈ ന്യൂസ് പരേഡ് എന്ന് പറഞ്ഞ സിനിമയിൽ ടെൻഷൻ കൊണ്ട് പറഞ്ഞായിരിക്കാം. അല്ല, സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ഒതുക്കലേ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല, ഞാൻ ഉണ്ടാക്കുകയില്ല. കാരണം അങ്ങനെ ഒരാളല്ല ഞാൻ. അതെന്താണ് അൻസാർ ഇപ്പം ഇങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. അതിനുശേഷം സെക്കൻഡ് പാർട്ട് നമ്മൾ ചെയ്തു. ന്യൂസ് ഫ്രണ്ട് സെക്കൻഡ് പാർട്ട് കൂട്ടത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അല്ല, ഞാൻ പറയട്ടെ, സെക്കൻഡ് പാർട്ട് ചെയ്തു, അതിലും അൻസാർ അഭിനയിച്ചു. എങ്ങനെയാണ് ഒതുക്കിയെന്ന് പറഞ്ഞാൽ പിന്നെ വേറെ കാര്യമുണ്ട്. പുള്ളിയുടെ ഒരു ത്രെഡാണ് ന്യൂസ് ഫ്രണ്ടിൻ്റെ ഉണ്ട്. പുള്ളി ഒരു ത്രെഡ് എന്നോടും ഡെനിസിനോടും പറഞ്ഞപ്പോൾ അതെന്നാ ഒരു ഡെവലപ്പ് ചെയ്ത സിനിമ ആക്കാമെന്ന് ചോദിച്ചാണ് നമ്മൾ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി എഴുതിണ്ടാക്കി. അപ്പോൾ സ്ക്രിപ്റ്റൊക്കെ ഉണ്ടാക്കുന്നത്, അതിൻ്റെ സീക്വൻസ് ഉണ്ടാക്കുന്നതൊന്നും അൻസാറിൻ്റെ കീഴിലല്ല, ഞങ്ങളിന്ന് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിൽ ചിലപ്പോൾ സെറ്റിൽ ചിലപ്പോൾ അത് പറഞ്ഞു കാണുമെന്ന് എനിക്ക് തന്നെ ഇപ്പോൾ തന്നെ ഓർക്കുന്നില്ല. കാരണം എന്താ പറയുക, ചിലപ്പോൾ എന്തെങ്കിലും സജഷൻസ് ആവശ്യമില്ലാത്ത സജഷൻ പറയുമ്പോൾ ഞാൻ പറയാറുണ്ട് അത് വേണ്ട. അങ്ങനെ ആരൊക്കെ പറയാറുണ്ടോ? ഒരുപാട് പേരോട് പറയാറുണ്ട്. കാരണം എന്താ പറയുക, ചിലപ്പോൾ ആവശ്യമില്ലാത്ത സജഷൻ കയറി പറഞ്ഞതായി പറയും വേണ്ട, നമ്മളിത് കുറേ നാളുകൊണ്ട് എഴുതി വെച്ചേക്കുന്ന സ്ക്രിപ്റ്റാണ്, ഇത് കറക്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. പിന്നെ നല്ല സജഷനാണെങ്കിൽ തീർച്ചയായും ഞാൻ സ്വീകരിക്കാറുണ്ട്. ജഗദീഷ് പോലും ചിലപ്പോൾ അതിനകത്ത് ചില അബദ്ധങ്ങൾ അല്ലെങ്കിൽ പറയുമ്പോൾ ജഗദീഷിനോടും പറഞ്ഞിട്ടുണ്ട്, സിദ്ദിഖിനോടും പറഞ്ഞിട്ടുണ്ട്, എല്ലാ ആർട്ടിസ്റ്റിനോടും പറയാറുണ്ട്. എന്തെങ്കിലും ആവശ്യമില്ലാതെ അവരാരും അങ്ങനെ പറയാറില്ല, പക്ഷെ പറഞ്ഞാൽ പറയും. കലാപം അൻസാർ അങ്ങനെ പറഞ്ഞോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. പറഞ്ഞെങ്കിൽ ഞാനത് പറഞ്ഞു കാണിക്കും. അൻസാറെ കഥയിൽ ഇടപെടണ്ട, അഭിനയിച്ചാൽ മതി, നമ്മൾ പറയുന്നത് ചെയ്ത്. ഒരുപക്ഷെ പറഞ്ഞിരിക്കാം, അതെനിക്കറിയില്ല. പക്ഷേ ഒതുക്കി എന്നുള്ള വാക്ക് ഒരിക്കലും അൻസാർ പറയാൻ പാടില്ല. കാരണം അവർ 6-7 പേര് നിൽക്കുന്ന ഒരു ഫ്രെയിമിൽ, എല്ലാ ഫ്രെയിമിലും പുള്ളിയുണ്ട്, അവരെല്ലാവരും കൂടെ ഉണ്ട്. ഡയലോഗ് അങ്ങനെ വീതിച്ച് കൊടുത്തിട്ടുണ്ട്. ഡയലോഗ് പോലും കൊടുത്തില്ലെന്ന് പറയുന്നത്. അയ്യോ, അത് പടം എടുത്ത് കണ്ടു നോക്കിയാൽ അറിയാമല്ലോ. കൊടുത്തിട്ടുണ്ട്. കലൂടെ എഴുതി തന്ന ഡയലോഗല്ലേ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതുണ്ട്. പിന്നെ പോസ്റ്ററിൽ എല്ലാവരെയും കൂടെ നിർത്തിയാണ് പോസ്റ്റർ ചെയ്തേക്കുന്നത്. ഈ പോസ്റ്റർ ചെയ്യുന്നത് ഞാനല്ല,
അത് നമ്മൾ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ കൊടുക്കുമ്പോൾ പ്രൊഡ്യൂസറും ആയിട്ട് ഡിസൈനറുടെ അടുത്ത് ചെന്നിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത്. അവിടെ ഞാൻ പോകാറില്ല. പോസ്റ്റ് വന്നിട്ട് കണ്ടിട്ട് നമ്മൾ അഭിപ്രായം പറയുകയുള്ളൂ. അതിലൊക്കെ ഉണ്ട്, എല്ലാവരും കൂടി ചേർന്നിട്ടുണ്ട്. എൻ്റെ വീട്ടിലിരിക്കുന്ന ഷീൽഡ് വന്ന് കണ്ടുമൊക്കെ അറിയാം. 100-ാം ദിവസം ഷീൽഡ് ഇവരെല്ലാവരും ഉണ്ട് വെച്ചിട്ടാണ് ഷീൽഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒതുക്കിയെന്ന് ഒരു വാക്ക് ഒരിക്കലും അൻസാർ പറയാൻ പാടില്ല. അൻസാറിന് ഒരു ചാൻസാണ് കൊടുത്തത്. ആ കഥയും അതിൻ്റെ സെക്കൻഡ് പാർട്ട് ചെയ്യും, അതിൽ അഭിനയിക്കുകയൊക്കെ ചെയ്ത ഒരാളാണ്. അപ്പോൾ ഈ ഒരു വാർത്ത എനിക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഞാൻ അപ്പം തന്നെ കലൂ ഡെന്നിസിനെ വിളിച്ചു. ഞാൻ ചോദിച്ചിട്ട് ഡെന്നിച്ചാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ അപ്പോൾ പുള്ളി പറയുന്നത് ഞാൻ ഉടനെ ഡെന്നിച്ചിനെ വിളിച്ചെന്നും ഡെന്നിച്ച് എന്നെ വിളിച്ച് വഴക്ക് പറഞ്ഞെന്നും എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അപ്പോൾ ഡെന്നിച്ച് ചോദിക്കണം, അയ്യോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ, എന്താണത് പുള്ളി ഇപ്പോൾ പറയാൻ കാരണം? ഞാൻ അൻസാറിനെ കാണുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഞാൻ അൻസാറിനെ വിളിച്ചെന്ന് ചോദിക്കട്ടെ എന്ന് കലൂ ഡെന്നിസ് എന്നോട് ചോദിച്ചു. അപ്പോൾ അത് അൻസാർ പറഞ്ഞെന്ന് പറഞ്ഞാൽ വേറെ മ്ലേച്ഛമായ വാക്കാണ്. അങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഒരിക്കലും തുളസീദാസ് എന്ന സംവിധായകൻ ഒരാളെ ഒതുക്കാൻ ശ്രമിച്ചിട്ടില്ല. മലയാള സിനിമയിലേക്ക് ഞാൻ കൈപിടിച്ച് കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. ഒതുക്കാൻ ശ്രമിക്കില്ല, അത് ശ്രമിച്ചിട്ടുമില്ല. കാരണം അങ്ങനെ ആരോടും എനിക്കൊരു വിരോധമില്ല. നമ്മളെല്ലാവരും നല്ല ഫ്രണ്ട്ഷിപ്പായിട്ട് കഴിഞ്ഞ് പിന്നെ എത്രയോ വർഷം കഴിഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴാണോ പുള്ളി പറയുന്നത്? അത് തന്നെ ഏറ്റവും മോശമായ ഒരു അയ്യോ, അതെന്തിനു തേട്? അതിന് ശേഷം നമ്മൾ എത്രയോ പ്രാവശ്യം കാണുകയും സംസാരിക്കുകയും അത് സ്നേഹത്തോട്. ഈ അടുത്ത കാലത്ത് കണ്ടപ്പോഴും നമുക്ക് ഒരു കഥ എഴുതി വെച്ചിരിക്കുന്നു, കാണാം എന്നൊക്കെ പറഞ്ഞ ആളാണ്. അപ്പൊ അതിലൊരു സ്വാഭാവികമായിട്ട് ആ സമയത്ത് ഒരു പ്രഷർ ഉണ്ടാവും പടത്തിന്റെ ഒരു. അല്ല, അത് നമ്മളെല്ലാവരോടും ഇപ്പൊ എന്താ പറയാ, ഷൂട്ടിംഗ് സമയത്ത് ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നമ്മൾ വഴക്ക് പറയും. ഷൂട്ടിംഗ് സമയത്ത് സാർ അങ്ങനെ പൊതുവെ പരിക്ക് സ്വഭാവമാണോ? അങ്ങനെയൊന്നുമല്ല, പരിക്ക് സ്വഭാവമല്ല, പക്ഷെ നമ്മൾ സ്ട്രിക്റ്റ് സ്വഭാവമാണ്. കഥ തലക്ക് പിടിച്ച് കഴിഞ്ഞാൽ അതേ ഉള്ളൂ. അല്ല, സ്ട്രിക്റ്റാണ്. നമ്മളിപ്പോൾ ഒരു കഥ എന്ന് പറയുന്നത്, നമ്മുടെ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സീൻ ബൈ സീൻ എൻ്റെ മനസ്സിനകത്ത് ഓടിക്കിടക്കുകയല്ലേ. ഞാനല്ലേ ആദ്യം ആ ഒരു കഥ നമ്മൾ പ്ലാൻ ചെയ്ത് അത് സീക്വൻസ് ആക്കുമ്പോൾ സിറ്റുവേഷൻ അനുസരിച്ച് സ്ക്രിപ്റ്റ് പ്ലാൻ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് സ്ക്രീനിൽ സിനിമ കാണുന്നത് ഞാനാണ്. അതൊരു സ്ക്രീനിൽ ഞാൻ കണ്ട ശേഷമാണ് ഷൂട്ടിംഗ് തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ഡെവലപ്മെൻറ്റ്സിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആർട്ടിസ്റ്റുകളിൽ നിന്ന് ഒരുപാട് ഡെവലപ്മെൻറ്റ്സുകൾ ഉണ്ടായിട്ടുണ്ട് ഈ കോമഡി സിനിമകളൊക്കെ ചെയ്യുമ്പോൾ. ഇന്നസെൻ്റ് ആയിരുന്നാലും ശരി, അത് മ്യൂസിക് ചെയ്യുമ്പോഴത്തേക്ക് ചില അവർ പറയുന്ന എന്നോടൊന്ന് പറയും, തുളസി ഞാൻ ഇങ്ങനെ ചെയ്യട്ടെ, ഇങ്ങനെ ഒന്ന് അങ്ങോട്ട് ആക്ഷൻ. അപ്പോൾ ഞാൻ ആലോചിച്ചു അതൊന്ന് ചെയ്ത് കാണിക്കുമെന്ന് പറയും. ചെയ്ത് കാണിക്കുമെന്ന് പറയുമ്പോൾ സിദ്ദിഖിനോടും ജഗദീഷിനോടും ഒക്കെ ഇവരെല്ലാം പറയാൻ സൈനികനോടും ഒക്കെ ചെയ്ത് കാണിക്കുമ്പോൾ ഞാൻ പറഞ്ഞാൽ അത് ആ രീതിയിൽ വേണ്ട, കുറച്ചൊന്ന് മാറ്റി ചെയ്ത് കാണിക്കുമ്പോൾ ഇത് ഓക്കെ അങ്ങനെ ചെയ്യും. അങ്ങനെ മാറ്റങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. നല്ലതാ ആർട്ടിസ്റ്റുകൾ സജഷൻ തരും, ഇല്ലാത്തവരുണ്ട്, ഒന്നും മിണ്ടാതെ നിൽക്കുന്നവർ. ജയറാം എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് ഒരു സജഷനും പറയത്തില്ല. ഒരു സജഷനും പുള്ളി ഇങ്ങോട്ട് പറയില്ല, മനസ്സിലാവില്ല. പക്ഷേ ദിലീപ് പറയും. ദിലീപ് ചില സജഷൻസ് ഒക്കെ പറയും, നല്ല സജഷനായിരിക്കും, അത് നമ്മൾ സ്വീകരിക്കും. അപ്പം അങ്ങനെ ഉണ്ട്. അത് സാറിന് ഏതാ ഇഷ്ടം ഈ രണ്ട് ക്യാരക്ടറിൽ? ജയറാമിന്റെ സ്വഭാവമാണോ ദിലീപിന്റെ സ്വഭാവമാണോ? അല്ല, സ്വഭാവം എല്ലാ ആർട്ടിസ്റ്റുകളും നല്ല സ്വഭാവം. സജഷൻ പറയുന്നതാണ്. അല്ല, സജഷൻ പറയണം, എങ്കിലല്ലേ അതിൻ്റെ ഒരു. ഇപ്പോൾ സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ കുട്ടികൾ അധ്യാപകരോട് ചോദ്യങ്ങൾ ചോദിക്കണം. സാറേ അത് ഇങ്ങനെ എനിക്ക് മനസ്സിലായില്ല, അത് ഇങ്ങനെ വേണം, ഇങ്ങനെ ചെയ്യട്ടെ, ഇങ്ങനെയാണോ സാർ, ഇങ്ങനെ ചോദിക്കണം. ചോദിക്കുമ്പോഴാണല്ലോ സാറിന് തോന്നുന്നത് അവൾക്ക് അല്ലെങ്കിൽ ആ കുട്ടിക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നത്. അത് മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നതും അത് അവർ സജഷൻ ചോദിക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ്. അതെ, കാരണം അല്ല, അത് ഈ മണ്ടത്തരങ്ങൾ ചില പറയും ചിലർ, അത് നമ്മൾ വിട്ടുകൊടുക്കില്ലല്ലോ. പിന്നെ അത് ചില കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് ആവശ്യമില്ലാതെ കയറി പറയുമ്പോഴത്തേക്ക് വേണ്ട, നിങ്ങൾ അതിൽ സ്ക്രിപ്റ്റിൽ ഇടപെടണ്ട, നമ്മൾ പറയുന്നത് കൊണ്ട് നന്നായിട്ട് ചെയ്തു തന്നാൽ മതി എന്ന് പറയും. അത് പറയാറുണ്ട്, അത് എല്ലാ ആർട്ടിസ്റ്റോടും പറയും, മുകേഷോടും പറയും, എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. അതൊന്നും നമ്മളൊരു വിരോധമായിട്ടോ അല്ലെങ്കിൽ ആ രീതിയിലോ ഒന്നും എടുക്കാൻ പാടില്ല.